ഗൈസ് റയറായിട്ടാണ് ഞാൻ മുണ്ടൊക്കെ എടുക്കാറ്. ഇന്ന് നോമ്പിന്റെ 2ാം ദിവസമാണ്. ഞാനൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? അപ്പോൾ നിങ്ങൾ ഓവർ എനർജറ്റിക് ആയിട്ടുള്ള ഫൈസ് ഇബ്രാഹിമിനെ എക്സ്പെക്ട് ചെയ്യേണ്ട. വേറൊരു കാര്യം പറയാനുണ്ട്. കമോൺ, നമ്മൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ഇത്രയും അധികം വീഡിയോസും ചെയ്തിട്ടും എനിക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനായിട്ട്, നിങ്ങളായിട്ട്, നമ്മളെ ഫ്രണ്ട്സിനായിട്ട് ഒരു കണക്ഷൻ പോലും കീപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. മാത്രമല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയം മുതൽ, അഥവാ ഞാൻ ചെറിയ ചില്ലറ വ്ളോഗുകളൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ എന്നെ ഫോളോ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമുക്കറിയാലോ ആദ്യം മുതൽ നമ്മളെ വീഡിയോസ് കാണുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ എന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. എൻ്റെ പേര് ഫായിസ്. ഞാൻ ചെറിയ പ്രാങ്ക് വീഡിയോസൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുക കൂടുതൽ ആളുകൾക്കും. അപ്പോൾ എൻ്റെ റിയൽ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഇന്നലെ രാത്രി ഒരാഗ്രഹം വന്നു. എൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യണത്. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ പഴയ പോലെ നമ്മൾ വീഡിയോസൊന്നും കൊണ്ടുവരാറില്ല. വീക്കിലി 2 വീക്ക് കൂടുമ്പോഴൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ വീഡിയോ വരുന്നത്. അപ്പോൾ അതിൻ്റെ റീൽസാണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തരും. ഒരുപാട് പേരൊരു ചോദ്യമായിരുന്നു എന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നുള്ളത്. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനലൊന്നും നിർത്തിയിട്ടില്ല. പക്ഷേ വീഡിയോസ് പഴയ പോലെ വരാത്തതുകൊണ്ടായിരിക്കും ആളുകൾക്ക് ഈ ഒരു സംശയമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 5 വർഷത്തിൽ എൻ്റെ ലൈഫിൽ വന്ന ചെറിയ മാറ്റങ്ങളും ഇപ്പോൾ എൻ്റെ അടുത്ത പ്ലാനുകൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നു. അപ്പോൾ ഒന്നും പറയണ്ട, നമുക്ക് നമ്മളെ നിങ്ങൾ വ്ളോഗ് അവസാനം വരെ ഇരുന്ന് കാണണം. ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. ഞാൻ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. കമോൺ ഗൈസ്. അങ്ങനെ ഗൈസ്, ഞാൻ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഗസ് ചെയ്യുക ഗൈസ്. ഈ ഒരു സ്ഥലം അറിയണവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യൊന്നും വേണ്ട. ഇത് ബാക്കിൽ കാണുന്നത് അസബാഗ് കോളേജാണ്. അപ്പോൾ ഞാൻ അസബാഗ് കോളേജിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ് പരിപാടി എന്നുള്ളതായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുള്ളത്. അത് ഗൈസ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്താണ് ഈ ഒരു വർഷം ചെയ്തിരുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു സൂചനയാണ് ഞാൻ ഇപ്പോൾ തരാൻ വേണ്ടി പോകുന്നത്. കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവാം. ഇത് നമ്മളുടെ ഒരു ചെറിയ സംരംഭമാണ്. നമ്മൾ അസബായിൻ്റെ ഫ്രണ്ടിൽ നമ്മളുടെ കഫേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു 8-9 മാസമായിട്ട് നമ്മളുടെ ഈ ഒരു കഫേ ഉണ്ടായിരുന്നത് വാവന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നൈസായിട്ട് ചേഞ്ച് ചെയ്തു. അവിടുന്ന് ഷോപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ 2ാം പെരുന്നാളാണ്. അപ്പോൾ 2ാം പെരുന്നാളല്ല, ഇപ്പോൾ 2ാമത്തെ നോമ്പാണ്. അപ്പോൾ 2ാം പെരുന്നാളിൻ്റെ അന്ന്, അഥവാ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ 2ാമത്തെ ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവിധ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങും അതുപോലെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറച്ചില്ല പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ അസബാഗ് കോളേജിലത്തെ പിള്ളേർക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ഇവിടെ പരിപാടി എന്നുള്ളതായിരിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോമ്പിന് ഇവിടെ ചെറിയ രീതിയിൽ വൈകിട്ട് നോമ്പ് തുറക്ക് മുന്നായിട്ട് സ്നാക്സിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 നോമ്പിന് നമ്മളിവിടെ ഫ്രണ്ടിൽ സ്നാക്സിൻ്റെ പരിപാടി ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിയുന്നവരൊക്കെ വന്ന് ചോദിച്ചു. ഇന്നലെ എന്നോട്, അതാ ഞാൻ ഞങ്ങളോട് പറഞ്ഞു, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, യൂട്യൂബ് ചാനലൊക്കെ വീഡിയോ ചെയ്ത് നിർത്തിയപ്പോൾ ഇതാണോ പരിപാടി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇന്ന് നമ്മൾ കുറച്ചധികം ബജ്ജികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തരാൻ വേണ്ടി പോവാണ്. ഇത് നമ്മളുടെ ഇവിടുത്തെ പേരെന്താ, ദുലാൽ നമ്മളെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യണത് ഈ ബായിയാണ്. ഇപ്പോൾ ഇവിടെ ബാക്കിലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനാണ് നമ്മൾ
നമ്മളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ വെറൈറ്റി ഷേക്കും കാര്യങ്ങളൊക്കെ ഇനി അസബായിലും വളയംകുളത്തും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ അസബ കോളേജ് വളയംകുളത്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അക്കിക്കാവ് ടു എടപ്പാള് അഥവാ കുന്നംകുളം ടു കോഴിക്കോട് റോട്ടിൽ വളയംകുളം എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുടെ കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈകിട്ടല്ല, നോമ്പ് കഴിഞ്ഞാൽ ചായ പരിപാടി ഉണ്ടാവും, സ്നാക്സിന്റെ പരിപാടി ഉണ്ടാവും, പിന്നെ ഷെയ്ക്കും ജ്യൂസ് സകല പരിപാടികളും ഉണ്ടാവും. അപ്പോൾ യൂട്യൂബ് നിർത്തിയോന്ന് ചോദിക്കുന്നവർക്ക്, ഞാൻ യൂട്യൂബിൽ വീഡിയോ കുറച്ചധികം ഒരു വർഷമായിട്ട് കുറവാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ല. നമ്മുടെ കഫേയുടെ പേരാണ് tendergram.cafe. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ടൈം ഞാൻ പറഞ്ഞുതരാം. 3:50 ഇപ്പോൾ സമയം. അപ്പോൾ ഏകദേശം ഇനിയുള്ള ഈ ടൈമിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. ഞാൻ നമ്മളുടെ ബോർഡ് കാണിച്ചുതരാം, ഇത് കാണിച്ചുതരാം. ഗൈസ്, ഇത് കണ്ടില്ലേ, പൊരിക്കടികൾ, tendergram.cafeയുടെ പൊരിക്കടികൾ. അപ്പൊ ഇവിടെ പൊരിക്കടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി? റെഡി ആയല്ലോ. നമ്മളെ മുളക് ബജി ഇപ്പൊ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അടുത്ത സെറ്റ് കായ ബജി ഉണ്ട്, പിന്നെ അതുപോലെ മുട്ട ബജി ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, ഇനി പക്കവട ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ ഒരാളെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ സ്വന്തം കാകയാണ്, അഥവാ ഇവിടെ നമുക്ക് ഇതിൽ ഹോട്ടലുണ്ട്. ഇക്കാടെ ഫുൾ സപ്പോർട്ടുകാരനാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനൊക്കെ പറ്റിയത്. എന്താണ് പറയാനുള്ളത്? എന്താ കച്ചവടമൊക്കെ സപ്പോർട്ട് ചെയ്യാ. അതെ, നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ നമ്പർ കഴിഞ്ഞിട്ട് ഇവരെ ജ്യൂസ് ഐറ്റം എല്ലാം ആവും. അതെ അതെ, നോമ്പ് കഴിഞ്ഞ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആവുമെന്നാണ് പറയണേ. അപ്പൊ ഞങ്ങളിതാ ഓരോന്ന് ഈ വെയിലാണ്ട് ആറി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വഴിയെ കാണാം എന്താ ഉണ്ടാവുന്നത്. പൊരിക്കാം, സമൂസ ഇപ്പൊ റെഡിയാക്കും. വേണ്ടില്ലേ, ഓരോന്നോരോന്ന് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മളുടെ പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങിയിരിക്കുമ്പോ ഒരു അതിഥി വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് കടി മേടിക്കാൻ വേണ്ടിട്ട് 40 കിലോമീറ്റർ ഓക്കെ, എന്തായാലും സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. നമ്മൾ ആദ്യമായിട്ടല്ലേ പരിചയപ്പെടുന്നത്? റമീസ് ഞാൻ ലൈം അടിക്കുന്നുണ്ടില്ലേ? ഞാൻ പോയിക്കോട്ടെ. ഓക്കെ, ശരി. അപ്പൊ ഗൈസ്, ഗംഭീര പരിപാടിയിലാണ്. നമ്മളിവിടെ ജ്യൂസിന്റെ പരിപാടി ഒന്നും ആക്ച്വലി തുടങ്ങിയിട്ടില്ല. പക്ഷേ ആരെങ്കിലൊക്കെ വന്ന് ലൈമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ല എന്ന് പറയണില്ല. നമ്മൾ ഉള്ള സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ നേരമില്ല, തിരക്ക് കാരണം. അപ്പോൾ നമ്മൾ അസബായി പഠിക്കുന്ന 2 ടീച്ചർമാർ വന്നു, അവർക്കും നമ്മൾ ലൈം ചെയ്ത് കൊടുത്തു. നേരത്തെ വേറൊരു ടീച്ചർ വന്നില്ലേ, അവർ ലൈം നല്ല അഭിപ്രായം പറഞ്ഞില്ലേ, അതുകൊണ്ട് ടീച്ചർമാർ 2 ലൈം ഓർഡർ ചെയ്തു, ഞാൻ അടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണാറുണ്ട് ടീച്ചർ. എന്താ പേര്? രേഷ്മ ടീച്ചർ. പിന്നെ ബബിത. ഏതാ കോഴ്സ് പഠിപ്പിക്കണേ? ബികോമിൽ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പരിപാടി വരും. അപ്പോൾ വരണട്ടാ. സ്നാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിതാ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴി ഈ പരിസരത്തുള്ളവരൊക്കെ വരിക. നമ്മൾ ഇന്നത്തെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് ഇനി നാളൊക്കെ ഈ പരിപാടി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കണത്. 3 ദിവസം നമ്മൾ ചെയ്ത്, അപ്പോൾ നമ്മൾ ഇതിനോടുള്ളൊരു പാഷനും ഇഷ്ടവും കാരണം ചെയ്യണതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വലിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യണത്. ആക്ച്വലി നമ്മൾ പെരുന്നാൾ നോമ്പങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കഫേയുടെ പരിപാടികൾ തുടങ്ങും. അതിന് മുന്നേ നമ്മളൊരു രസത്തിന് ചെയ്യണതാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മൾ സമൂസ ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറേ പേര് സമൂസ ചോദിച്ചപ്പോൾ നമ്മൾ സമൂസ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി സാധനങ്ങളായിട്ട് വരാം. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാം, കുറച്ച് തിരക്കിലാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ്, നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്കുവട, മുട്ട ബജി, സമൂസ, മുളക് ബജി, കായ ബജി. അപ്പോൾ ഇന്നലെ നമ്മളെ പക്കുവട ഒരുപാട് പേര് വീണ്ടും വന്ന് ചോദിച്ച സാധനമായതുകൊണ്ട് പക്കുവട നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കടികള്? ഓക്കെ, ഇഷ്ടപ്പെട്ടെന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക്. പിന്നെ അതുപോലെ തന്നെ സമൂസ 2 ദിവസമായിട്ട് നമ്മൾ ചെയ്യാത്തൊരു ഐറ്റം ആയിരുന്നു. 2 ദിവസമായിട്ട് സമൂസക്ക് കുറെ പേര് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സമൂസ കുറച്ചധികം റെഡിയാക്കി ഉണ്ടാക്കിയിട്ടപ്പോൾ തന്നെ ഇതിന്റെ പകുതിയിലും മുകളിൽ വാങ്ങിപ്പോയി. അപ്പോൾ ഇനി സമൂസ കുറച്ചുകൂടി ഉള്ളൂ. നമ്മുടെ അസബായത്തെ പിള്ളേരൊക്കെ നമ്മളെ വ്യൂവേഴ്സ് ആണ് കേട്ടോ.
അപ്പൊ ഇവരൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു കട തുടങ്ങണത്. അപ്പൊ എല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്യണം, സക്സസ് ആക്കണം. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി. ഒരു വർഷത്തോളമായിട്ട് വീഡിയോസ് കുറയുന്നതിന്റെ മെയിൻ റീസൺ ഇതായിരുന്നു. നമ്മളെ വാവന്നൂരായിരുന്നു ഫസ്റ്റ്, അത് നമ്മളിപ്പോ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു വരാം, എന്തായാലും വരും. ഈ ഒരു ഷോപ്പ് ഒന്ന് നോമ്പ് കഴിഞ്ഞതിന് ശേഷം റണ്ണായതിനു ശേഷം നമുക്ക് അടിപൊളിയായിട്ട് വരും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തി വെക്കുക. അപ്പോൾ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാങ്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിയെ വരും. അപ്പോൾ വ്ളോഗ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വ്ളോഗായിട്ട് ഇടയ്ക്ക് വരാം. അപ്പോൾ എന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു 5 വർഷത്തിൽ യൂട്യൂബ് ജേണി തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്, പക്ഷേ ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് എല്ലാം പങ്കുവെക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളെ പറ്റിയിട്ട് എഴുതുക, നമ്മളെ വീഡിയോ പറ്റി എഴുതുക. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. അതുവരെ പീസ്. റമീഷാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. റമീഷ സെറ്റ് അല്ലേ? സെറ്റ്. അപ്പോൾ ബൈ.